ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും 35th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണ്. സമയം 5:23 പുലർച്ചെ 5:23. നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. 6:10 നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരത്തെ ഇറങ്ങുന്നത്. ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നും ഇല്ല ഇവിടുന്ന് സ്റ്റേഷനിലേക്ക്. എന്നാലും കുറച്ച് നേരത്തെ അവിടെ എത്താമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അകത്തേക്ക് വന്നു. നമ്മൾ ട്രെയിൻ വരാൻ ടൈം ആവുന്നതേ ഉള്ളൂ. 6:10 ആകുമ്പോഴാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. ട്രെയിൻ കറക്റ്റ് ടൈം തന്നെയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഞാനും ഹസ്ബൻഡും അനിയനൊക്കെ കൂടിയിട്ട് എങ്ങനെ സർപ്രൈസ് കൊടുക്കാം, അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി. ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നുണ്ടായില്ല. നമ്മൾ എപ്പോഴും പോകുന്ന ഒരു ഏരിയ എന്തായാലും വേണ്ടാന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂരുള്ള കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ സജഷൻ ചോദിച്ചപ്പോഴാണ് ഈ ഒരു ലൊക്കേഷൻ അവർ സജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഗൂഗിളൊക്കെ നോക്കി ഈ ഒരു ഏരിയ ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ അതങ്ങ് വിളിച്ച് കൺഫേം ചെയ്ത് വെച്ചു. അപ്പം ഞങ്ങൾ ഓൾമോസ്റ്റ് കണ്ണൂർ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. ഞാൻ ഇറങ്ങാൻ പോകുന്നത് കണ്ണൂർ മെയിൻ സ്റ്റേഷനിലാണ്. ഹസ്ബൻഡ് പഴയങ്ങാടിയാണ് ഇറങ്ങുന്നത്. ഞാനിവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിലും അറിയില്ല ഞാനിങ്ങനെ വരുന്നതോ ഇങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടിയുള്ള കാര്യമോ ഒന്നും അവരറിയില്ല. എത്തിയതിന് ശേഷമാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഇവരെ ഇൻഫോം ചെയ്തത്. പിന്നെ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനും അച്ഛനും അമ്മയും കൂടെ നേരെ സ്പോട്ടിലേക്ക് പോവും. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ അവിടത്തേക്ക് പോവുകയാണ്. ഓൾറെഡി വിളിച്ച് പറഞ്ഞതാണ്, എന്നാലും അവിടെ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നേ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ ഇറങ്ങിയത് കുറച്ച് പോകുന്ന വഴിയിൽ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഫൈനലി ഇതാണ് നമ്മൾ സ്പോട്ട് വരുന്നത്. മാസ്കോട്ട് ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റിസപ്ഷനിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. നമ്മളിവിടെ കോർഡിനേറ്റർ മഹാലക്ഷ്മി ആയിരുന്നു കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവരെ കണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ കുറച്ച് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈയൊരു സർപ്രൈസ് പാർട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വീട്ടുകാർക്കും ഇങ്ങനൊരു പാർട്ടീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്പോട്ടിനെ പറ്റിയിട്ടോ ഒന്നും അറിയില്ല. ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതിനെ പറ്റിയിട്ട് പോലും ഇവർക്ക് അറിയില്ല. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് ഹസ്ബൻഡ് നാട്ടിൽ വരുന്ന കാര്യം ഇവരറിയുന്നത്. ഹസ്ബൻഡ് കണ്ണൂരൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അങ്ങനെ വന്നതാണെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. ഞാനുള്ള കാര്യമോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയ കാര്യമോ ഒന്നും ഹസ്ബൻഡ് ഇവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിവിടെ എത്തുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പോകുന്നത്. മാസ്കോട്ട് ബീച്ച് റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതുപോലെയുള്ള സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണ്. സ്റ്റേക്കേഷനും പിന്നെ ചെറിയ കഫേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവിടെ. ഹസ്ബൻഡ് ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരിവിടെ ഗേറ്റിൻ്റെ അടുത്ത് എത്തി പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഹൈഡ് ചെയ്ത് നിന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം അവർക്ക് നമ്മളിവിടെ ഉള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ കാണാതിരിക്കാൻ വേണ്ടി ഞാനൊരു സൈഡിലേക്ക് മാറി നിന്നാണ് ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ അച്ഛനോടും അമ്മയോടും കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ കുറേ മാറി നിന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന ഏരിയയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് മാറി നിന്നു. ഇപ്പോഴും അവർ ഞാനിവിടെ ഉള്ളത് കണ്ടിട്ടില്ല. ഞാൻ അകത്തേക്ക് കയറുമ്പോഴേ അവർ കാണുള്ളൂ. നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഫൈനലി നമ്മളെല്ലാവരും മീറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം നമ്മളുള്ള കാര്യമൊന്നും അവർ അറിയുന്നുണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറുമ്പം കുറേ ആൾക്കാരുണ്ടായിരുന്നു. സോ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓർഡർ ചെയ്തത് ജസ്റ്റ് മീൽസാണ്. കാരണം അച്ഛനും അമ്മമ്മക്കൊക്കെ മീൽസാണ് വേണ്ടത്. സോ നമ്മൾ മീൽസും അതിൻ്റെ കൂടെ തന്നെ സൈഡായിട്ട് ചിക്കനും പനീറും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. പായസവും തൊടുകറികളൊക്കെ കൂടിയിട്ട് ഒരു മിനി സദ്യ തന്നെയാണിത്. ഇനി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ തന്നെ ഇവരുടെ അടുത്ത് കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കേക്ക് സ്റ്റുഡിയോയിൽ ഓൾറെഡി കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേക്ക് കട്ടിങ് ആണ്.
ഫൈനലി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഇവിടെ കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ചു പോകുന്നതായിരിക്കും. ഞങ്ങൾ നേരെ കാലിക്കറ്റിലേക്കാണ്. 5 മണിക്കാണ് ഞങ്ങളുടെ ട്രെയിന്. ഹസ്ബൻഡിൻ്റെ അമ്മയും അച്ഛനും കൂടെ ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അച്ഛനും അമ്മയും ഇവിടുന്ന് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തിരിച്ച് വീട്ടിലേക്കും പോകുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് ഈ ഒരു സർപ്രൈസ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഫോട്ടോ പ്ലാനൊക്കെ ചെയ്യുമ്പോഴേക്കും മഴ ചെറുതായി ഒന്ന് ശതിച്ചു. അപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴയൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇനി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ സംസാരിച്ചിരിക്കുകയാണ്. അപ്പം മഴ പോയതിന് ശേഷം വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി സർപ്രൈസും സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ കാലിക്കറ്റിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.